അത് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ എന്തോന്ന് ഞാൻ 15-ാം തീയതി അവള് വെല്ലുവിളിച്ച ദിവസം ഞാൻ സ്നേഹസദനത്തിൽ പോയ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ കുറെ ഈ മുട്ടയെ പോലുള്ള കാട്ടവരാധങ്ങൾ വന്നിട്ട് ഇതുപോലുള്ള കമന്റ്സുകൾ ഇട്ടു. എന്താണ് അതിനകത്ത് എഴുതി ചേർത്തതുപോലെ അതിനകത്ത് 1, 1.5 എന്ന് എഴുതി വെച്ചത് പർപ്പസ്ഫുള്ളി എഴുതേണ്ട സാഹചര്യം വന്നത് രാത്രി കഴിഞ്ഞിരിക്കണം. അവിടെ രാത്രി നിൽക്കാൻ പറ്റത്തില്ല, ആ സ്ഥലത്ത് രാത്രി നിൽക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എഴുതിയേ പറ്റുള്ളായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഇടത്ത് ആ നട്ടപ്പാതിരാത്രിക്ക് എഴുതിയിട്ട് തന്നെ പോയത്. കാരണം അവിടെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥലത്തൊന്നും നിൽക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ അടുത്ത് 15-ാം തീയതി എവിടെയാണെന്ന് ചോദിച്ചതിനാണ് ഞാൻ പ്രൂഫും കൊണ്ടുവന്നത്. എഴുതി ചേർത്തത് മറ്റത് മറിച്ചതെന്നൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കണവന്മാർക്ക് പലതും വിളിച്ചു പറയാം, പല തേങ്ങയും വിളിച്ചു പറയാം. അതൊരു ട്രസ്റ്റഡ് ഹോമാണ്. ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം, അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാം. അത് നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകണം. എൻ്റെ ഡീറ്റെയിൽ മാത്രമാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മറ്റാരുടെയും ഡീറ്റെയിൽ തരത്തില്ല, എൻ്റെത് മാത്രം തന്നത്. മനസ്സിലായില്ലേ? അത് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി. ഇനി നിങ്ങൾക്ക് അതിനകത്തൊരു കള്ളമോ അതിനകത്തൊരു പ്രശ്നമോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവരൊരു ഫേക്ക് സാധനം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പരാതി എടുത്തിട്ട് പോ. കഴിഞ്ഞില്ലേ കാര്യം? പിന്നെയും അവിടെ വന്നിരുന്ന് അതിനെ വലിച്ചെടുക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഒരുപാട് ഇടങ്ങളിൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോയ സമയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആ ലിസ്റ്റുകൾ മൊത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാൻ ഗ്രൂപ്പായി പോയ സമയത്ത് അതിനനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിന എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം എന്താ അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ പിന്നെ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന. അന്ന് തലേ ദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ലേക്ക, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് പിന്നെ ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതില് 1:20 മണിയോടുകൂടി പോയി എന്നാണ് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ വരെ സ്പെൻഡ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു.
ഞങ്ങൾ ഇവിടെ ഒരു ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാ. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാന്ന് പറയാം. എപ്പോഴേ അതങ്ങ് ക്ലോസ് ചെയ്യും നമ്മള്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരിതുണ്ടല്ലോ. അല്ല സജന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലില് ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്. ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എന്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറെ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ, ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനവില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജനയുടെ റസൂൽ പൂക്കുട്ടിയുടെ കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എന്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാത്തിന്റെയും തുടക്കം ഈ ഒരൊറ്റ പോസ്റ്റിൽ നിന്നായിരുന്നു. നിങ്ങൾ പോയി ചാവ്, നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പണം കണ്ട് ഒരുത്തിനോട് ഒളിച്ചോടിയപ്പോഴത്തേക്ക് ആണ് ഞാൻ പണം കണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നാണക്കേടാണ് നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ നോക്കിയോ ഫേസ്ബുക്കിൽ എന്റെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവുക. അയ്യോ, നീ ഫേസ്ബുക്കിൽ ഇടല്ലേ, നാണം കെട്ടിയ ചാവും കേട്ടോ. എന്തിന്? അതാ പറഞ്ഞ പോയി ചാവ്, നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ ഇടപെട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ഇക്ക തന്നെയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇക്ക തന്നെയാണല്ലോ ഇതിനകത്ത് സോൾവ് ചെയ്യേണ്ട സാധനങ്ങൾ. ഇക്ക തന്നെയാണല്ലോ ട്രിഗർ ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ടിത്. അല്ല, എനിക്ക് ഫ്രണ്ട്സ് വേണം. അവര് തിരിഞ്ഞു നിൽക്കുന്നോണ്ടാണ് ഞാൻ പിന്നെ ഈ കോലത്തിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നത്. അവരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ട അവസ്ഥ വരുത്തില്ലായിരുന്നേനെ. നിങ്ങളത് നേരത്തെ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നേനെ. കാരണം നിങ്ങൾ നേരത്തെ ബുദ്ധിപൂർവ്വം കളിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് തോന്നിയ സമയത്ത് തന്നെ എന്റെ ഫ്രണ്ട്സിനെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് അവരിൽ നിന്ന് ഈ ഗെയിം കളിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നിങ്ങൾ ഗെയിം കളിച്ചിരിക്കാം. എന്റെ ഉമ്മ സത്യം ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം റസൂൽക്ക, അച്ചായനെ കോൺഫറൻസ് ഇട്ട് ഈ കാര്യങ്ങൾ പറ.
സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അച്ഛായ ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്ത് നടന്നേക്കുന്നത് ഇങ്ങനെയൊക്കെയാ, എന്നെ തെറ്റിദ്ധരിച്ച്. പക്ഷെ ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, പോക്കുറത്തം തന്നെയാണ്, നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണെന്ന് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾ കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് എന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ ഇത് ഭയങ്കര കളർ പോകും. എനിക്കിത് നിങ്ങളല്ല, എനിക്ക് പേടിയായി തുടങ്ങി. നിങ്ങൾ ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ വെച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് കളി കളിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എന്നെ ഇപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നെങ്കിൽ ഒന്നും പറയാനില്ല. നീ സ്വയം ഇരുന്ന് ആലോചിച്ചിട്ട് എന്താണ് നീ തീരുമാനം. ഈ സംസാരിച്ച എല്ലാം റെക്കോർഡാണ്. ഞാൻ ഇതെല്ലാം എടുത്തല്ലെങ്കിൽ ഞാൻ അച്ഛൻ ഇട്ട് കൊടുക്കും. ഈ സാധനങ്ങളെല്ലാം ഞാൻ അച്ഛൻ ഇട്ട് കൊടുക്കും. മനസ്സിലാക്കണമല്ലോ, അവര് മനസ്സിലാക്കണമല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ A to Z ആദ്യം തൊട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡാണ്. അതെല്ലാം അവർക്ക് ഇട്ട് കൊടുക്കണം. എനിക്ക് ഇപ്പൊ പേടിയാണ്. ഇപ്പൊ ഞാനാണ് ഗെയിം കളിക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് പേടിയായി. എന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം കളിച്ച് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ച് എനിക്കിപ്പൊ പേടിയാണ്. ഹലോ എന്റെ ഫ്രണ്ട്സിനെ തന്നെ, ആ ഫ്രണ്ട്സിനെ തന്നെയാണല്ലോ വിളിച്ച് നിങ്ങൾ ഈ കളി കളിച്ചോണ്ടിരിക്കുന്നത്. ആ ഫ്രണ്ട്സിനെ വിളിച്ച് തന്നെയാണല്ലോ നിങ്ങൾ എനിക്കിട്ട് എതിരായിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നിനക്കെതിരെ ഗ്യാങ്സ് ആകരുത് എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവളിപ്പോൾ ഏറ്റവും വൾണറബിൾ ആക്കി നിൽക്കുന്ന സമയമാണ്. അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നിങ്ങൾ നല്ല കുഞ്ഞായിട്ടോ, അവരുടെ മുന്നിൽ നല്ല കുഞ്ഞായിട്ട് അത് നല്ലതായിട്ട്. ഞാൻ ഇത്രയും അവൾ എന്നെ ദ്രോഹിച്ചിട്ട് പോലും ഞാൻ അവളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. എന്ത് ദ്രോഹിക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്. ഇതുപോലുള്ള നിങ്ങൾ വരുത്തി വെച്ച വാക്കുകളാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് ഞാൻ എന്റെ ലൈവ് വരേണ്ട ഗതികേട് വന്നത്. ഇനി ഇത് വെളിയിലോട്ട് പറയേണ്ട അവസ്ഥകൾ ഇതുപോലെ എന്നെ ട്രിഗർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അതും വെളിയിലോട്ട് പറയേണ്ട ആവശ്യം വന്നത്. ഇതും ഇനി എന്താവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോട്ടെ, ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിനെ ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങളിരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ പോയി അവിടെ എല്ലാം അതിന്റെ എല്ലാം തെളിവുണ്ടായിരിക്കുമല്ലോ. ആ മറ്റേ കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഇതെന്നെ അന്നേരം നിങ്ങൾ ശരിക്കും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിക്കും നിങ്ങൾ മറ്റേ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന നമുക്ക് വേറെ ട്രാപ്പുകൾ പോലെ എന്നെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുവാണോ അന്നേരം? ഇപ്പൊ കുറച്ച് മുമ്പ് ഉമ്മർത്ത് പറഞ്ഞല്ലോ നിങ്ങള്. അത് സജിന നിർബന്ധിച്ച ഉമ്മ. ഞാൻ സജിനയുടെ ഉമ്മ എന്നോട് അവൾ പറഞ്ഞില്ല, പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിക്കോഷൻ എടുത്തതെന്നാണ് പറഞ്ഞത്. മറ്റേത് പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക് നോ പറയണ്ടല്ലോ. എല്ലാവരും നിന്ന് സംസാരിച്ചു. ഇനി വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്ന് പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവള് കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്കും അറിയാവുന്ന, നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആങ്ങളെ എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഇവൾ കരഞ്ഞ് കാല് പിടിച്ച് അത് പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. പറ്റിപ്പോയതാണെന്നും അവൾ നേരത്തെ പറഞ്ഞാണ് കാലിലിരിക്കുന്ന സാധനം രണ്ടുപേരും വിചാരിച്ചാലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രാഹുൽ എന്നാണ് അവൻ്റെ പേര്. പിന്നെ കിളിമാനൂരുള്ള ഒരു സിദ്ദീഖ്, ദുബായിലുള്ള അമീൻ മന്നൻ. ഇതിൻ്റെയൊക്കെ വെറുതെ പറയുന്ന പേരല്ല. ഇത് കേസുമായിട്ട് പോവുകയാണെങ്കിൽ, നാളെ ഇവരൊരു കേസുമായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഐ വിറ്റ്നസ്, ഓഡിയോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. ബാക്കി കേൾക്കാം. പിടിച്ച് സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇഞ്ചെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ
ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണല്ലോ നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയരുത്, അല്ലെങ്കിൽ നിങ്ങളെ ബലമായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇപ്പൊ എന്റെ ഉമ്മയെടുത്ത് പറഞ്ഞല്ലോ, നിങ്ങള് ആദ്യം നിങ്ങൾ പറഞ്ഞ ഡയലോഗ് ഉമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് എന്നോട് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊട്ടക്ഷൻ അതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നിങ്ങൾ അത് പയ്യെ ട്രാക്ക് മാറ്റി. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ട്രാക്ക് മാറ്റി. ഉമ്മ മാറി നിൽക്കുവാണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ പൂക്കുട്ടി, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നമുക്ക് നോക്കണം. നിർബന്ധിക്കണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും വീട്ടുകാർ ചോദിച്ചപ്പോ ഞാൻ അതിന് ഉത്തരം അങ്ങോട്ട് പറഞ്ഞിട്ടേ എന്റെ ഉമ്മ അതിന് സാക്ഷിയാണ്. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മയുടെ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അന്നമ്മയോട് സംസാരിച്ച് എന്താ പറഞ്ഞത്? അത് ശരിയാണമ്മ, നല്ല കാര്യം, അത് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അത് വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ച സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞു മനസ്സിലാക്കുക, കുഞ്ഞിന് നമുക്കിപ്പോ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? നീ എന്നെ ഇപ്പൊ പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അതൊക്കെ ആയിക്കോട്ടെ. പോർട്രേ ചെയ്തു എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അല്ലല്ല, എനിക്ക് മനസ്സിലായില്ല. പോർട്രേ എന്നെ ഇപ്പൊ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമമാണല്ലോ. അപ്പൊ അതാണല്ലോ നീ പറഞ്ഞ തരത്തിലുള്ള ആളാണോ? ആണോ? അതെന്തുമായിക്കോട്ടെ. ആണോ? ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്ഷി? ഉടായ്പ ഡയലോഗ് അടിക്കല്ലേ? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചു ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ പറഞ്ഞ കാര്യം കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും നിന്റെ കൂടെ നിൽക്കുകയല്ലേ റസൂലക്ക? എന്റെ കൂടെ നിക്കാന്ന് പറയുന്നത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവള് ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്ക്, അവളെ പോയ വാക്കുകൾ അവള് ശരി അവള് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്താ? എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കിയത്? അച്ഛനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷെ ഒരു കാര്യമുണ്ട്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്, അന്നമ്മയെ നിങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അന്നമ്മയെ വിട്ടെ. പക്ഷെ അച്ഛൻ്റെ അടുത്തും ദിയടുത്ത് നിങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ദിയയും കോൺഫറൻസ് ഉള്ളപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നീ അല്ല ദിയോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു അവസരത്തിൽ ദിയോട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടോ? അവളെ വിക്ടിമൈസ് ചെയ്യാൻ നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പം നിങ്ങള് അവരുടെ അടുത്ത് നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ അടുത്ത് ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി എന്നാ.